മറ്റൊന്ന്, ഈ പുതിയ കാലത്ത് യൂത്ത് കോൺഗ്രസ് ഉണ്ട്, ഡിവൈഎഫ്ഐ, യുവമോർച്ച, യുവജന പ്രസ്ഥാനങ്ങൾ നിരവധിയുണ്ട്. അപ്പോൾ പലരും പെട്ടെന്ന് നേതാക്കന്മാരാവുന്നത് ഈ സോഷ്യൽ മീഡിയ വഴി അല്ലെങ്കിൽ ചാനൽ ചർച്ചകളിലൂടെ എന്ന് തോന്നിയിട്ടുണ്ടോ? പ്രത്യേകിച്ച് ഇപ്പോൾ വരുന്ന രാഹുൽ മാങ്കൂട്ടത്തിനടക്കം സ്ഥാനാർത്ഥിയായപ്പോൾ കേട്ട ഒരു പ്രധാനപ്പെട്ട ഒരു വിമർശനം എന്ന് പറയുന്നത് ചാനൽ മാത്രം കണ്ടിട്ടുള്ള മുഖം അത് പോസിറ്റീവ് നെഗറ്റീവും ആണ്. അത്തരത്തിൽ ആണ് ഇപ്പോഴത്തെ രാഷ്ട്രീയ ചാനലിലൂടെ മാത്രം പറഞ്ഞു അത് തെറ്റായ വാർത്തയാണ്. ശരിക്കും ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഒരാൾ സംഘടനാ പ്രവർത്തനം നടത്തി ജനങ്ങൾ അറിഞ്ഞില്ല, മാധ്യമങ്ങൾ അറിഞ്ഞില്ല എന്ന് പറഞ്ഞത് അദ്ദേഹത്തിന്റെ കുറവല്ലല്ലോ. നിങ്ങൾ മാധ്യമങ്ങളിൽ വന്നപ്പോഴാണല്ലോ നിങ്ങൾ എല്ലാവരും അറിഞ്ഞത്. അത് അദ്ദേഹത്തിന്റെ കുറവോ അദ്ദേഹത്തിന്റെ തെറ്റല്ലല്ലോ. അദ്ദേഹം താഴെത്തട്ടിൽ KUC യൂണിറ്റ് പ്രസിഡന്റായ ആളാണ്, കോളേജിലെ ചെയർമാനായി പ്രവർത്തിച്ച ആളാണ്, KUCന്റെ ജില്ലാ സെക്രട്ടറി ആയ ആളാണ്, അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു. സംഘടനാ തലത്തിൽ നിരവധി പോസ്റ്റുകൾ, വളരെ ഉത്തരവാദിത്തപ്പെട്ട പോസ്റ്റുകളിൽ ഇരുന്ന് പ്രവർത്തിച്ചയാളാണ്, നിരവധി സമരങ്ങൾക്ക് നേതൃത്വം കൊടുത്തയാളാണ്. അന്നൊന്നും മാധ്യമങ്ങളിലൂടെ അദ്ദേഹത്തെ അറിയാത്തത് അദ്ദേഹത്തിന്റെ കുറ്റമല്ലല്ലോ. ഇനി മാധ്യമത്തിലൂടെ ശ്രദ്ധിക്കപ്പെട്ടാലും ഞാൻ പറയും, ഓരോരുത്തർക്കും ഓരോ കഴിവാണ്. നമുക്ക് മാധ്യമ രംഗത്തും ഇപ്പൊ ഏറ്റവും കൂടുതൽ ആളുകൾ രാഷ്ട്രീയം കേൾക്കാൻ ആഗ്രഹിക്കുന്നത് കേൾക്കുന്നത് മാധ്യമങ്ങളിലൂടെയാണ്. മാധ്യമങ്ങളിലൂടെ കൃത്യമായ രാഷ്ട്രീയം മുന്നോട്ട് വയ്ക്കുക എന്ന് പറയുന്നത് തെറ്റായ കാര്യമല്ലല്ലോ. മാധ്യമങ്ങളിൽ വലിയ പ്രതിരോധം ഉണ്ടാക്കുന്നതും അതൊരു യുദ്ധം പോലെയാണല്ലോ. ഓരോ ദിവസവും ഒരു യുദ്ധം നടക്കുന്നത് പോലെ കോൺഗ്രസ് ആണോ CPM ആണോ ജയിക്കുന്നത് എന്നാണല്ലോ മാധ്യമ ചർച്ചകൾ കാണുമ്പോൾ ആളുകൾ വിലയിരുത്തുന്നത്. ആ രീതിയിൽ കോൺഗ്രസിനെ വളരെ ശക്തമായാണ് അദ്ദേഹം പ്രതിരോധിച്ചത്. മാധ്യമരംഗത്തിലൂടെ അദ്ദേഹം കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടു എന്നുള്ളതേ ഉള്ളൂ. അതുമാത്രമല്ല അദ്ദേഹത്തിന്റെ ഗുണമായി ഞാൻ കാണുന്നത്, അദ്ദേഹം നല്ല സംഘാടകനാണ്, നല്ല മനുഷ്യനാണ്. ഞാൻ മനസ്സിലാക്കുന്നത് യൂത്ത് കോൺഗ്രസ് ഈ കാലഘട്ടത്തിൽ നമ്മൾ എത്രയോ ആളുകൾ ജയിലിൽ കഴിഞ്ഞു, എത്രയോ സമരങ്ങൾക്ക് അദ്ദേഹം നേതൃത്വം കൊടുത്തു, എത്രയോ സഹപ്രവർത്തകരെ ചേർത്ത് നിർത്തി, അങ്ങനെ എല്ലാ രീതിയിലും മികച്ച ഒരു സംഘാടകനായി തന്നെയാണ് അദ്ദേഹം മുമ്പോട്ട് പോകുന്നത്. അതൊരു അങ്ങനെ ഒരു അഭിപ്രായമില്ല. അദ്ദേഹം കഷ്ടപ്പെട്ട് തന്നെയാണ് മുന്നോട്ട് വന്നത്. ഞാൻ ഉൾപ്പെടെയുള്ള ആളുകളുടെ സംസ്ഥാന പ്രസിഡന്റാണ്. അപ്പൊ നമുക്ക് വേണ്ട പിന്തുണ, ഞാൻ യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റായി വരുന്നത് അദ്ദേഹത്തിന്റെ പാനലിൽ അനുസരിച്ചിട്ടാണ് വരുന്നത്. അതെ, എനിക്ക് നേരിട്ടറിയാം. യൂത്ത് കോൺഗ്രസിന്റെ നിരവധി പ്രക്ഷോഭങ്ങൾ, നിയമസഭാ മാർച്ച്, ഷജീറിന്റെ നിരവധി തവണ തല്ലും, പോലീസിന്റെ ലാത്തിയൊക്കെ കുറെ അടികിട്ടി ആ രീതിയിൽ ജയിലിൽ പോയത്. പക്ഷെ ഇതൊക്കെ ഒരു ഭരണകൂട അല്ലെങ്കിൽ ഭരണകൂടത്തിനെതിരെയുള്ള ഒരു പ്രതിപക്ഷ പ്രതിഷേധമായി, അല്ലെങ്കിൽ ആ നിങ്ങളുടെ ഒരു തീരുമാനത്തിലേക്ക്, അല്ലെങ്കിൽ സർക്കാരിനെതിരെയുള്ള ഒരു പ്രതിഷേധം അലയടിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നുണ്ടോ? അല്ലെങ്കിൽ എവിടെയൊക്കെയോ ചില നീക്കുപോക്കുകൾ എന്ന് പറയാൻ സാധിക്കില്ല, അത് ഒരു വിജയത്തിലേക്ക് എത്തുന്ന രീതിയിലേക്ക് ആവുന്നുണ്ടോ? അല്ല, യൂത്ത് കോൺഗ്രസ് മുന്നോട്ട് വെച്ച സമരങ്ങൾ, അതാണല്ലോ ചോദ്യം. ആ മുദ്രാവാക്യങ്ങൾ അത് ജനങ്ങൾ ഏറ്റെടുത്തോ ഇല്ലയോ എന്നുള്ളതാണല്ലോ പ്രധാനപ്പെട്ടത്. ഞങ്ങൾ മുന്നോട്ട് വെച്ച മുദ്രാവാക്യങ്ങൾ, ഞങ്ങൾ മുന്നോട്ട് വെച്ച സമരങ്ങളെല്ലാം ജനങ്ങൾ ഏറ്റെടുത്തതിൻ്റെ ഏറ്റവും വലിയ തെളിവ് എന്ന് പറയുന്നത് ഞങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റ് വീട്ടിൽ കയറി അറസ്റ്റ് ചെയ്തതോടുകൂടി മനസ്സിലായില്ലേ. അദ്ദേഹം സമരങ്ങൾക്ക് നേതൃത്വം കൊടുത്തതിൻ്റെ പേരിലാണ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് വീട്ടിൽ കയറി അല്ലെങ്കിൽ അതിരാവിലെ വീട്ടിൽ പോയി പോലീസ് വീട്ടിനകത്ത് കയറി അറസ്റ്റ് ചെയ്ത് ജയിലടച്ചത്. അപ്പം ഞങ്ങളുടെ സമരങ്ങൾ ഭരണകൂടത്തിന് ഭൂഷണം അല്ലെങ്കിൽ ഭരണകൂടത്തിന് അംഗീകരിക്കാൻ കഴിയുന്നില്ല. ഭരണകൂടത്തിന് അതൊരു ഭീഷണിയായി മാറി, തലവേദനയായി മാറിയത് കൊണ്ടാണല്ലോ ഞങ്ങളെ ജയിലിലടച്ചത്. അപ്പോൾ ഞങ്ങൾ മുന്നോട്ട് വെച്ച സമരങ്ങളും ഞങ്ങൾ മുന്നോട്ട് വെച്ച മുദ്രാവാക്യങ്ങളും ശരിയാണ്, വിജയിച്ചു. അതാണ് അതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത്. അതല്ലാതെ അത് പാതി വഴിയിൽ ഇട്ടിട്ട് പോയില്ലേ, പാതി വഴിയിൽ സമരങ്ങൾ വിജയിച്ചില്ല എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. അപ്പം എടുക്കുന്ന എല്ലാ സമരങ്ങൾക്കും വിജയമുണ്ടോ എന്ന് ചോദിച്ചാൽ ചില സമരങ്ങളിൽ ഭരണകൂടം വിട്ടുവീഴ്ച ചെയ്യാറുണ്ട്. ചില സമരങ്ങളിൽ ഇപ്പം സിദ്ധാർത്ഥിന്റെ സമരം, ഞങ്ങൾ നിരാഹാര സമരമാണ് സംസ്ഥാന പ്രസിഡന്റ് ഈ സെക്രട്ടറിന്റെ മുന്നിൽ നിരാഹാര സമരം നടത്തി. അന്ന് ഭരണകൂടം മുട്ടുമടക്കി. PSC നിരവധിയായിട്ടുള്ള സമരമുണ്ട്. ഇപ്പൊ മിക്കവാറും ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന എല്ലാ ശബ്ദങ്ങളും ജനങ്ങൾ ഏറ്റെടുക്കുന്നുണ്ട് എന്നുള്ളതിന്റെ തെളിവാണ് ഈ ഉപതെരഞ്ഞെടുപ്പിലെ റിസൾട്ട് എന്ന് പറയുന്നത്. സംസ്ഥാന അധ്യക്ഷൻ പോലും വലിയ ഭൂരിപക്ഷത്തിൽ 18,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിക്കുന്നു. ചേലക്കരയിൽ വലിയ മുന്നേറ്റം ഉണ്ടാകുന്നു. ഇതൊക്കെ മനസ്സിലാക്കുന്നത് ഞങ്ങൾ ശരിയായ ദിശയിലാണ് എന്നുള്ളതാണ്. ഞങ്ങളുടെ മുദ്രാവാക്യം ജനങ്ങൾ ഏറ്റെടുക്കുന്നു എന്നുള്ളത് തന്നെയാണ്. വലിയ ആത്മവിശ്വാസത്തിലാണ്. ഇനി വരുന്ന ഒരു പുതിയ തലമുറ എന്ന് പറയുന്നത് ഷാഫി പറമ്പിൽ, രാഹുൽ മാങ്കൂട്ടം, BT ബൽറാം, ശബരിനാഥ്, ആ ഒരു ലൈനിലായിരിക്കും പോവുക. അല്ലെ, തലമുറ നമുക്കറിയാം, തലമുറ ഉണ്ട്. അത് VT ബൽറാം ഉണ്ട്, ഷാഫി പറമ്പിലുണ്ട്, രാഹുലുണ്ട്, ശബരിനാഥുണ്ട്, അതൊക്കെ ഉണ്ട്, ഇല്ല എന്നല്ല പറയാം. അത് ഉണ്ടായത് എങ്ങനെയാണ്? K സുധാകരൻ അടക്കം, VD സതീശൻ അടക്കം, K മുരളീധരൻ അടക്കം, തരൂർ അടക്കമുള്ള നേതാക്കൾ ഉണ്ടാക്കിയെടുത്തതല്ലേ. ഒരു പ്രധാനപ്പെട്ട ആണല്ലോ. പ്രധാനപ്പെട്ട ആളെ നിയമ ഷജീറും മറന്നു. ഉമ്മൻചാണ്ടി സാർ അടക്കം. അതെ, ഉമ്മൻചാണ്ടി സാറിന്റെ മകൻ. എന്തുകൊണ്ട് ചാണ്ടി ഉമ്മനെ ഈ ഒരു നിരയിലേക്ക് നിങ്ങൾ പരിഗണിക്കുന്നില്ല? അല്ലേ, പരിപൂർണമായി പരിഗണിക്കുന്നുണ്ടല്ലോ അദ്ദേഹം. ഞാൻ ചോദിക്കട്ടെ, പാലക്കാട് തെരഞ്ഞെടുപ്പിന്റെ വളരെ ചുരുക്കം പരിപാടികൾ പോലും അദ്ദേഹം പങ്കെടുത്തോ എന്ന് സംശയമാണ്. അല്ല, അദ്ദേഹത്തിന്റെ തിരക്ക് കൊണ്ടാണല്ലോ അദ്ദേഹം പങ്കെടുക്കുക. അദ്ദേഹം തന്നെ എത്രയോ തവണ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം വയനാട്ടിലാണ് കൂടുതൽ കോൺസെൻട്രേഷൻ ചെയ്യുന്നത് എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്.
ഞാൻ പറഞ്ഞു ഉമ്മൻചാണ്ടി സാറാണ്, ഞാൻ വിട്ടുപോയതല്ല, അദ്ദേഹം ഏറ്റവും ഈ പേരെടുത്ത് പറയേണ്ട ഒരാളല്ല. ഉമ്മൻചാണ്ടി സാറും കെ കരുണാകരനും തന്നെയാണ് ഈ പാർട്ടിയിൽ ഇന്ന് കാണുന്ന മുഴുവൻ നേതാക്കളെയും ഉണ്ടാക്കിയത് എന്നുള്ളതിൽ ഒരു തർക്കം. ചാണ്ടി ഉമ്മനെ വേണ്ടത്ര ചാണ്ടി ഉമ്മനെ പരിഗണിക്കുന്നുണ്ടോ? പരിഗണിച്ചില്ല എന്ന് ഒരിക്കലും പറയാൻ കഴിയില്ല. കാരണം പുതുപ്പള്ളിയിൽ അദ്ദേഹമാണ് മത്സരിച്ചത്. പുതുപ്പള്ളിയിൽ ചാണ്ടി ഉമ്മൻ അല്ലാതെ വേറൊരു പേര് KPCCക്ക് UDF-നും ഇല്ല. അതാ അത് ഞാൻ ചോദിക്കട്ടെ, അതാണ് അത് പരിഗണിക്കാതെ അല്ലല്ലോ. അദ്ദേഹത്തിന് പരിഗണന ഉണ്ടല്ലോ, അദ്ദേഹത്തിനെ കാണാതെ പോകുന്നല്ലോ. അതിനുശേഷം ഈ സംസ്ഥാന അധ്യക്ഷനും നിങ്ങൾ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി ഒക്കെ ആയിട്ട് എന്തൊക്കെയോ ചില അസ്വാരസ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള വാർത്തകളുണ്ട്. അതേ രീതിയിലായിരുന്നു അദ്ദേഹത്തിന്റെ പിന്നീടുള്ള പ്രതികരണങ്ങളൊക്കെ വന്നത്. വാർത്തകൾ ചില മാധ്യമങ്ങളിൽ ഞാൻ പരദൂഷണത്തിൽ ഊന്നിയ ചില മാധ്യമ പ്രവർത്തനം ഉണ്ടല്ലോ. പിന്നെ ആരുടെയെങ്കിലും കുറ്റങ്ങളും ഭീഷണികളും പറയുന്നതാണ് മാധ്യമ പ്രവർത്തനം എന്ന് ചിന്തിക്കുന്ന മാധ്യമ പ്രവർത്തനമുണ്ട്. അതല്ലാതെ ഇപ്പം ഞാൻ ചോദിക്കുന്നു, മനുഷ്യർക്ക് ഉണ്ടാകുന്നതായിട്ടുള്ള കുറേ അഭിപ്രായ വ്യത്യാസങ്ങൾ എല്ലായിടത്തും ഉണ്ടാക്കാറുണ്ട്. അതൊക്കെ പറഞ്ഞും തീർത്ത് ആഭ്യന്തരമായിട്ടുള്ള വിഷയങ്ങളാണ്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു തീർന്നു. അതൊരു ഒരിക്കലും തീരാത്ത യുദ്ധമാണ്, അതൊരു വലിയ പ്രശ്നമാണ് എന്നൊന്നും പിന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇല്ല. കാരണം ചാണ്ടിയുമ്മൻ എൻ്റെയും കൂടെ നേതാവാണല്ലോ. ചാണ്ടിയുമ്മൻ അടക്കമുള്ള പുതിയ ലീഡർഷിപ്പാണല്ലോ കേരളത്തിലെ യൂത്ത് കോൺഗ്രസിനെ നയിക്കുന്നത്. ഇപ്പോൾ ചാണ്ടിയുമ്മൻ അടക്കം ഡൽഹിയിലെ തെരഞ്ഞെടുപ്പുകൾക്ക് പ്രചരണ വേലകൾക്ക് അദ്ദേഹം നേതൃത്വം നൽകി. പിന്നെ പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പ് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ പറ്റിയത് ചാണ്ടിയുമ്മന്റെ നേതൃത്വത്തിലാണ്. അപ്പോൾ എല്ലാ രീതിയിലും പാർട്ടിക്ക് എല്ലാ രീതിയിലും സഹായിക്കുന്ന രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അത്തരത്തിൽ തന്നെയാണ് ഞങ്ങളും കാണുന്നത്, അല്ലൊന്നും ഒരു തർക്കവുമില്ല. ഇനി എന്തായാലും ചാണ്ടി ഉമ്മൻ സജീവമായിട്ട് തന്നെ ഉണ്ടാവും. സജീവമാണല്ലോ, ഇപ്പോഴും സജീവമാണ്, എപ്പോഴും സജീവമാണല്ലോ. ഇപ്പൊ ചാണ്ടിയുമ്മന്റെ തെരഞ്ഞെടുപ്പിൽ പോലും രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫി പറമ്പിലും ഒക്കെ വളരെ സജീവമായി നിന്നല്ലോ. അവരെല്ലാം ഒരുമിച്ച് തോളോട് തോൾ. അതാണ് വാർത്തയാവുന്നത്. അന്ന് അവിടെ രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫി പറമ്പിലും വ്യക്തിപരമായിട്ട് എനിക്കറിയാം. ഞാൻ ആ ഇലക്ഷൻ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പോയതാണ്. അവിടെ സജീവമായിരുന്നു. ഓരോ ആരോപണങ്ങൾക്കും മറുപടി പറഞ്ഞത് രാഹുൽ മാങ്കൂട്ടത്തിലാണ്. അതേ രീതിയിൽ ചാണ്ടി ഉമ്മനെ പാലക്കാട് കണ്ടില്ല എന്നതാണ്. അല്ല, അന്ന് പുതുപ്പള്ളിയിൽ മാത്രമായിരുന്നു ഉപതെരഞ്ഞെടുപ്പ്. ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെ ഉണ്ടായിരുന്നു, പുതുപ്പള്ളിയിൽ ഉണ്ടായിരുന്നു. കാരണം ഇപ്പം നടക്കുന്നത് 3 സ്ഥലത്താണല്ലോ. ഈ പാലക്കാട് ഉണ്ടായിരുന്നു, വയനാട് ഉണ്ടായിരുന്നു, ചേലക്കരയിൽ ഉണ്ടായിരുന്നു. ഞാൻ എവിടെ പോയി എന്ന് ചോദിച്ചാൽ ഞാൻ പാലക്കാട് മാത്രമാണ് പോയത്. എനിക്ക് ചേലക്കരയിലും പുതുപ്പള്ളിയിലും വയനാട്ടിലും പോകാൻ പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞ് ആ സ്ഥാനാർത്ഥികൾ അംഗീകരിക്കാത്ത ആളാണ് ഞാനും. അല്ലെങ്കിൽ ഞങ്ങളും അവിടെ നിന്ന് അവരും തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ട് എന്നുള്ള അർത്ഥമല്ലല്ലോ. ഇപ്പം പുതുപ്പള്ളിയിലായിരുന്നെങ്കിൽ ഞങ്ങൾ എല്ലാവരും പോയായിരുന്നു. ഇപ്പം ഇവിടെ പാലക്കാട് മാത്രമാണെങ്കിൽ മുഴുവൻ ആളുകൾ അവിടെ ഉണ്ടായിരുന്നു. KPCC ഓരോ സ്ഥലത്ത് ഓരോരുത്തരെ നിയോഗിച്ചു. ചാണ്ടിയുമ്മൻ എവിടെയാണ് പ്രചരണത്തിന് നേതൃത്വം കൊടുക്കേണ്ടത് KPCC ആണ് തീരുമാനിക്കേണ്ടത്. അപ്പോൾ KPCCയുടെ നിർദ്ദേശമുണ്ട് എവിടെയാണ് പ്രവർത്തിക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായ ധാരണയുണ്ട്. AICCയുടെ നിർദ്ദേശമുണ്ട്. അപ്പം അതിനനുസരിച്ചാണ് എല്ലാവർക്കും ചുമതല നൽകുന്നതും പ്രവർത്തിക്കുന്നതും. ഇനി അദ്ദേഹത്തിന് പിന്നെ വയനാട് കൂടുതൽ പിന്നെ അദ്ദേഹം ഡൽഹിയുമായി ഏറെ ബന്ധപ്പെട്ട് നിൽക്കുന്നയാളാണ്. പ്രിയങ്കാന്തിയുമായിട്ട് ഏറെ അടുപ്പമുള്ള ആളുകളാണ്. ഇപ്പം ഒരു ടോൾ ലീഡർ മത്സരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടി വരും. അങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്തതാണ്. അല്ലാതെ അപ്പോൾ വേറെ അഭിപ്രായ വ്യത്യാസം ഉണ്ടെന്ന് കരുതേണ്ട കാര്യമില്ലല്ലോ.